കൂട്ടുകാരെ, ജാനകിയുടെയും അബിയുടെയും വീട് എന്നൊരു ഇടിപ്പെട്ട് എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ അപർണയ്ക്ക് ആ ഒരു താലി കിടന്ന് കഴുത്തിൽ കിടന്ന് പൊള്ളുന്നൊരു ഫീലാട്ടോ. അപ്പോൾ അപർണ ആ ഒരു താലി നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിങ്ങിപ്പൊട്ടി കരയുക. അപ്പോൾ നമ്മുടെ തമ്പിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തമ്പിയോട് പറയുന്നുണ്ട് അപർണ, അച്ഛന് വേണ്ടി മകൾ എന്താ പറയുക ജീവിതം ഹോമിക്കുന്നു, ഇപ്പോൾ സന്തോഷമായില്ല അച്ഛാ അതൊക്കെ പറഞ്ഞ് അച്ഛനോടും പറയുന്നുണ്ട്. പക്ഷേ ഇതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം സൂര്യപ്രഭയുടെ അടിവേര് വരെ ഇളക്കിയാണ് ഞാൻ അളകാപുരിയിലേക്ക് കയറുന്നത്. ഇനി എല്ലാ സ്വത്തുക്കളും എൻ്റെ കയ്യിൽ വന്ന് ചേരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തമ്പിയോട് പറയുന്നുണ്ട്. അപ്പോൾ തമ്പി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് പണ്ടൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന മോളെ അങ്ങനെയൊക്കെ എല്ലാ സ്വത്തുക്കളും, പക്ഷേ ഇപ്പോൾ എൻ്റെ മോളുടെ ജീവിതമാണ്, എൻ്റെ ഒരു മോൾക്കൊരു ജീവിതമാണ് എനിക്ക് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപർണയെ തണുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തമ്പി. പക്ഷേ അപർണയുടെ ഉള്ളിൽ ആ ഒരു പക ആളിക്കത്തും. അപർണ പറയുന്നുണ്ട്, പൊള്ളിയ മനസ്സുമായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ വേദന അച്ഛന് മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തമ്പിയോട് ഡയലോഗ് അടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ എന്താ പറയുക അളകാപുരിയിൽ എല്ലാവരോടും തമ്പിയോടും നമ്മുടെ അപർണ പറയുന്നുണ്ട്, എനിക്ക് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറും മുമ്പ് അളകാപുരിയിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, പക്ഷേ എവിടെയാണെന്നോ ആരെ കാണാനാണെന്നോ എൻ്റെ പുറകെ ആരും വന്നു പോകരുതെന്നും അപർണ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അപർണ ഒരു കൂട്ടുകാരിനെയും കൊണ്ട് നമ്മുടെ അജയെ കാണാനാട്ടോ പോകുന്നത്, അജയും നിരഞ്ജനയും കാണാൻ വേണ്ടി. അപ്പോൾ അജയുടെ അടുത്ത് ഇങ്ങനെ സാധാ പോലെ തന്നെ ആയിട്ട് സംസാരിക്കുന്ന അജയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും 39 വയസ്സ് വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നില്ലല്ലോ, ആരെങ്കിലും പകരക്കാരനായി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അപർണ ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ണ് നിറയുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ അജയ് എന്താ പറയുക ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്, അജയാണല്ലോ കുറ്റക്കാരൻ. അപ്പോൾ നമ്മുടെ അപർണ പറയുന്നുണ്ട്, നിരഞ്ജന എവിടെ, നിരഞ്ജനയുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, അതിനു വേണ്ടിയാണല്ലോ എൻ്റെ ജീവൻ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപർണ നിരഞ്ജനയെ കാണാൻ പോകുന്നുണ്ട്. ശേഷം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നിരഞ്ജനയാണെങ്കിൽ ആ അജയ് കിട്ടിയ താലി ഇങ്ങനെ തടകി അതിൽ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. അപർണയാണെങ്കിൽ ആ താലി നോക്കി കരഞ്ഞുകൊണ്ടും. അപ്പോൾ നമ്മുടെ അപർണയ്ക്ക് ഈ ഒരു സീൻ, നമ്മുടെ നിരഞ്ജന ഈ താലി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗം കണ്ടിട്ട് അപർണയ്ക്ക് നെഞ്ചങ്ങാട് നീറി പുകയുന്നൊരു വേദന തന്നെയാട്ടോ. ആ ഒരു കണ്ണ് നിറയുന്ന രംഗം നമുക്ക് ശരിക്കും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അപർണ പറയുന്നുണ്ട്, നീ ഉറപ്പായിട്ടും അളകാപുരിയിൽ മരുമകളായിട്ട് കയറി വരണം, എനിക്ക് നിന്നെ അവിടെ വെച്ച് വേണം, നീ ഉറപ്പായിട്ടും അവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജനയെ വെല്ലുവിളിച്ച് നമ്മുടെ അളകാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ദൃശ്യം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂട്ടുകാരെ, ഒരു കിടിലൻ എപ്പിസോഡൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഒരു രക്ഷയുണ്ടാവില്ല, തീപാറുന്ന ഒരു പകയുമായിട്ടാണ് നമ്മുടെ അപർണ നമ്മുടെ അളകാപുരിയിൽ കാലെടുത്ത് വയ്ക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.